കേരളത്തിലെ തന്നെ ഏറ്റവും അപകടം പിടിച്ച ഒരു വഴിയാണ് കോന്നി അച്ചൻകോൽ റോഡ്. കേരളത്തിലെ തന്നെ ഏറ്റവും അപകടം നിറഞ്ഞ വഴികളിലൊന്നാണ് കോന്നിയിൽ നിന്നും അച്ചൻകോവിൽ വഴി തമിഴ്നാട്ടിലെ തെങ്കാശിയിലേക്ക് പോകുന്ന കോന്നി റിസർവ് ഫോറസ്റ്റിനുള്ളിലൂടെയുള്ള ഫോറസ്റ്റ് റൂട്ട്. റിസർവ് ഫോറസ്റ്റിനുള്ളിലൂടെ ആയതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളെ സ്പോട്ട് ചെയ്യാൻ സാധ്യതയേറിയ ഒരു റൂട്ടും കൂടിയാണ്. ആനയും പുലിയും മ്ലാവും മാനും കാട്ടുപോത്തും മുള്ളംപന്നിയും ഒക്കെ ഈ കാട്ടിൽ യഥേഷ്ടമായി കണ്ടുവരുന്ന ജീവികളാണ്. ഫോറസ്റ്റ് റൂട്ടിന്റെ ഭംഗി ആരംഭിക്കുന്നത് കോന്നി അരുവാപ്പാലത്തുള്ള സർക്കാർ തടി ഡിപ്പോയ്ക്ക് മുൻപിലൂടെ യാത്ര ചെയ്യുമ്പോൾ മുതലാണ്. റോഡിന്റെ ഇരുവശങ്ങളിലായി തേക്ക് മരങ്ങളും മണ്ണ് മുഴുവൻ പച്ചപ്പും ഒക്കെയായി കാടിന്റെ ഒരു ആംബിയൻസ് നൽകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ. അവിടെ നിന്നും ആരംഭിക്കുന്ന യാത്രയിൽ ഒട്ടനവധി ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് കണ്ടാസ്വദിക്കാൻ സാധിക്കുന്നത്. അവിടെ നിന്ന് കുറച്ചു ദൂരം കൂടെ മുൻപിലേക്ക് പോകുമ്പോൾ ഞാവനാൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണ് ആദ്യം കാണുന്നത്. ചെക്ക് പോസ്റ്റിലുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് യാത്രാ ഉദ്ദേശവും വാഹനവും കാണിച്ച് പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നും ഫോറസ്റ്റ് റോഡിനുള്ളിലൂടെ കല്ലേലിയിലേക്ക് യാത്ര ആരംഭിക്കാം. യാത്ര തുടരും തോറും കാടിന്റെ ഭംഗി കൂടി വരുന്നതായി കാണാം. റോഡിന്റെ വശങ്ങളിലായുള്ള വനഭൂമിയിൽ വാനര സംഘത്തെയും മയിലിനെയും കാട്ടുകോഴികളെയും ഒക്കെ സർവ്വസാധാരണമായി കാണാൻ സാധിക്കും. ആനയും പുലിയും മ്ലാവും മാനും കാട്ടുപോത്തും മുള്ളംപന്നിയും ഒക്കെ ഈ കാട്ടിൽ യഥേഷ്ടമായി കണ്ടുവരുന്ന ജീവികളാണ്. ഭാഗ്യത്തിന് ഈ യാത്രയിൽ കുരങ്ങും മാനും മയിലും അല്ലാതെ മറ്റൊരു ജീവികളെയും കാണാനിടയായി. പലയിടങ്ങളിലും അച്ചൻകോവിലാറിന് പാരലായിട്ടാണ് റോഡ്. അതുകൊണ്ട് തന്നെ അച്ചൻകോവിലാറിന്റെയും ആറിന്റെ മറുകരയിലുള്ള വനഭൂമിയുടെയും ഒക്കെ ഭംഗി ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. കാടും മലയും പ്രകൃതി ഭംഗിയും ഒക്കെ ആസ്വദിച്ച് യാത്ര ചെയ്യുമ്പോഴും റോഡിനെ പറ്റിയും പരിസര പ്രദേശത്തെ പറ്റിയും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ വന്യമൃഗങ്ങളാലായോ അല്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ വീണോ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. നല്ല വെയിലുള്ള പകൽ സമയങ്ങളിൽ മാത്രം യാത്ര ചെയ്യുന്നതാണ് താരതമ്യേന സേഫ്. ഈ സാഹചര്യത്തിൽ വന്യമൃഗങ്ങൾ റോഡിൽ ഇറങ്ങുന്നത് കുറവായിരിക്കും. കാലാവസ്ഥ മോശമായിരിക്കുമ്പോഴോ പകൽ സമയം അല്ലാത്തപ്പോഴോ ഈ വഴി യാത്ര ചെയ്യുന്നത് തീർത്തും അപകടകരമാണ്. ഈ യാത്രയിൽ പലയിടത്തും മണ്ണിടിച്ചിൽ കൊണ്ട് റോഡ് തകർന്നതും റോഡിൽ മരം കടപുഴകി വീണതും ആന പോയ അടയാളങ്ങളും ഒക്കെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മഴയുള്ള സാഹചര്യങ്ങളിലും കാലാവസ്ഥ മോശമായിരിക്കുമ്പോഴും ഇതിലെയുള്ള യാത്ര കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. ഈ പോകുന്ന വഴിയിൽ ചെറുതും വലുതുമായി കുറേയധികം ക്ഷേത്രങ്ങളും കാണാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് അച്ചൻകോവിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കാനന ക്ഷേത്രമായ ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവ്. കല്ലേലി കാവിലെത്തുന്നതിന് കുറച്ചു മുൻപായി തന്നെ മറ്റൊരു ക്ഷേത്രം കൂടിയുണ്ട്, ശിവചാമുണ്ഡി ക്ഷേത്രം. ശിവചാമുണ്ഡി ക്ഷേത്രത്തിനടുത്തായി കണ്ട ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ് കാടിനെ ഒട്ടും ഭയമില്ലാതെ കാട്ടിനുള്ളിൽ വിശ്രമിക്കുന്ന കന്നുകാലിക്കൂട്ടം. പോകുന്ന വഴിയിൽ വേറെയും പല ക്ഷേത്രങ്ങളും ചെറിയ പ്രതിഷ്ഠകളും ഒക്കെ കാണാനിടയായി. അതിനുദാഹരണമാണ് ചെമ്പനരുവി കടമ്പുപാറയിലുള്ള കൈച്ചിറ ഉടയോർ ക്ഷേത്രം. കല്ലേലി കാവിന് മുൻപിലുള്ള കോന്നി അച്ചൻകോവിൽ റോഡിലൂടെ മുൻപിലേക്ക് പോകുമ്പോൾ ഒരു ടി ജംഗ്ഷനിലെത്തും. ആ ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്കുള്ള വഴി കല്ലേലി പാലം വഴി നേരെ പോകുന്നത് കൊക്കാത്തോട് എന്ന ഗ്രാമത്തിലേക്കാണ്. എന്നാൽ നമുക്ക് പോകേണ്ടത് ആ ജംഗ്ഷനിൽ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നിന്നും നേരെ കാണുന്ന പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെയാണ് അച്ചൻകോവിൽ പോകേണ്ടത്. അവിടെ നിന്നുള്ള യാത്ര മുൻപിലേക്ക് പോകുന്തോറും കാടിന്റെ ആംബിയൻസ് കൂടി വരികയും റോഡിന്റെ ഗതി കൂടുതൽ മോശമായി വരികയും ചെയ്യുന്നത് കാണാം. റോഡിൽ മുൻപിലേക്ക് പോകുന്തോറും ഓഫ് റോഡ് അഡ്വഞ്ചേഴ്സും കൂടി വരും. ഓഫ് റോഡും അഡ്വഞ്ചേഴ്സും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരിക്കലെങ്കിലും സഞ്ചരിക്കേണ്ട ഒരു റൂട്ടാണിത്. ഓഫ് റോഡ് പോകാൻ വിലയേറിയ ഓഫ് റോഡ് വാഹനങ്ങൾ വേണമെന്ന് നിർബന്ധമില്ല. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള നല്ല കണ്ടീഷനിലുള്ള ഒരു വാഹനം, അത് ഓടിക്കാൻ അറിയുന്ന മനസാന്നിധ്യമുള്ള ഒരു ഡ്രൈവറും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കോ റൈഡേഴ്സും ഉണ്ടെങ്കിൽ ഈ ഓഫ് റോഡ് യാത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ പോകുന്ന റൂട്ടിൽ ഒരുപാട് ഭംഗിയുള്ള വ്യൂ പോയിന്റുകളുണ്ട്. അച്ചൻകോവിൽ ആറിന്റെയും കാടിന്റെയും മലകളുടെയും ചെറിയ വെള്ളച്ചാട്ടങ്ങളുടെയും ഒക്കെ എണ്ണിയാൽ ഒടുങ്ങാത്ത കാഴ്ചകൾ ഈ യാത്രയിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കാടാണ് എന്ന ബോധ്യവും അതിൻ്റെതായ മര്യാദകളും പ്രിക്കോഷനുകളും പാലിച്ച് വേണം ഈ വ്യൂ പോയിന്റുകളിൽ വണ്ടി നിർത്തി കാഴ്ചകൾ കാണുന്നതും ആസ്വദിക്കുന്നതുമൊക്കെ. കേരളത്തിന്റെ സുരക്ഷയ്ക്കായി പരശുരാമൻ പണിയഴിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന അച്ചൻകോവിൽ ക്ഷേത്രവും ഈ പോകുന്ന റൂട്ടിൽ തന്നെയാണ്. അതുപോലെ തന്നെ ശബരിമലയിലേക്കുള്ള കാനനപാത കൂടെയാണ് ഈ വഴി. മണ്ഡലകാലമാകുമ്പോൾ ഒരുപാട് ഭക്തർ ഈ വഴി യാത്ര ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സീസണിൽ നമുക്കും യാത്ര ചെയ്യുന്നത് സേഫ് ആണെന്ന് പറയാം. പോകുന്ന വഴിയിൽ താരതമ്യേന സേഫായി തോന്നിയ കുറച്ച് മനോഹരമായ സ്പോട്ടുകളാണിവ. പലതിന്റെയും പേര് കൃത്യമായി അറിയാത്തത് കൊണ്ടാണ് പേര് മെൻഷൻ ചെയ്യാതെ ദൃശ്യങ്ങൾ മാത്രം കാണിച്ചു പോകുന്നത്. അതിൽ സഞ്ചാരികൾക്ക് ഫ്രീ ആയും എളുപ്പത്തിലും എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ചെക്ക് ഡാം അല്ലെങ്കിൽ കോസ്വേ പോലെയുള്ള സ്ഥലം. പിന്നെ വഴിയിലായി കാണുന്ന ഒട്ടനവധി വാട്ടർ ക്രോസിങ്ങുകളും കോസ്വേകളും. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാഴ്ചകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് മണലാർ, കുമ്പവരട്ടി തുടങ്ങിയ വെള്ളച്ചാട്ടങ്ങൾ, അവിടെയൊക്കെ പോകണം എന്നുള്ളവർ നേരത്തെ തന്നെ യാത്ര പുറപ്പെടേണ്ടതാണ്. ഞാവനാൽ ചെക്ക് പോസ്റ്റിൽ നിന്നും ഏകദേശം 4 മണി വരെ മാത്രമാണ് 2 വീലറുകൾ കടത്തിവിടുന്നത്. 4 വീലറുകൾക്ക് ഏകദേശം 6 മണി വരെയുള്ളൂ സമയം. ഈ ഫോറസ്റ്റ് റോഡിന് ചുറ്റുമുള്ള കാടിൽ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ പല ഇനത്തിൽപ്പെട്ട വന്യജീവികളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അച്ചൻകോവിൽ ക്ഷേത്രത്തിനടുത്ത് നിന്നും തെങ്കാശിയിൽ പോകുന്ന റൂട്ടിൽ പോയാൽ ഇതിനും ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകളാണുള്ളത്. ചുരങ്ങൾക്കും ഹെയർപിന്നുകൾക്കും സമാനമായ വലിയ മലനിരകൾക്കിടയിലൂടെയുള്ള യാത്രകളും കൊടുങ്കാടിന്റെ ഭംഗിയും ശരിക്കും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു.
വീതി കുറവാണെങ്കിലും കല്ലേലിൽ നിന്ന് കയറിയതുപോലെ മോശം റോഡല്ല ഇവിടെ. പശ്ചിമഘട്ടത്തിന്റെ ഉയരങ്ങളെ തൊട്ടടുത്ത് നിന്ന് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പുനലൂരിൽ നിന്നും അലിമുക്ക് പുന്നല വഴി വേണമെങ്കിലും അച്ചൻകോവിൽ വരാൻ സാധിക്കുന്നതാണ്. എന്നാൽ കാടിന്റെ ഭംഗി പൂർണ്ണമായും ആസ്വദിക്കണം എന്നുള്ളവർക്ക് കല്ലേലി വഴി വരുന്നതായിരിക്കും ഉത്തമം. നാട്ടിൽ കാണാൻ സാധിക്കാത്ത ഒട്ടനവധി സസ്യജന്തുജാലങ്ങളുടെയും പരിസ്ഥിതിയുടെയും ഒക്കെ കാഴ്ചകളാണ് ഇവിടെ നിന്നുള്ളത്. അത് പലപ്പോഴും കൗതുകമുണ്ടാക്കുന്ന കാഴ്ചകളാണ്. യാത്ര കൊടുങ്കാടിനുള്ളിലൂടെ ആയതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം. അത് കരുതി വേണം യാത്രയിലുടനീളം. മൃഗങ്ങളെ കാണുമ്പോൾ പാനിക്കാവാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. നാരോ ആയ ഒരുപാട് വളവുകളും പൊട്ടിപ്പൊളിഞ്ഞതുമായ റോഡുകളിലൂടെയാണ് യാത്ര. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധയോടെ വേണം യാത്ര ചെയ്യാൻ. വന്യമൃഗങ്ങൾ പെട്ടെന്ന് മുൻപിൽപ്പെട്ടാൽ കഴിവതും സേഫ് ഡിസ്റ്റൻസിൽ വണ്ടി നിർത്തി അവർ പോയതിനു ശേഷം മാത്രം വണ്ടി മുൻപിലേക്ക് എടുക്കാൻ ശ്രദ്ധിക്കുക. ഓഫ് റോഡിൽ വാഹനം ഓടുന്നതിനേക്കാളും വേഗത്തിൽ അവയ്ക്ക് ഓടിയെത്താൻ സാധിക്കും എന്നത് എപ്പോഴും മനസ്സിൽ ഉണ്ടായിരിക്കണം. 4 വീലേഴ്സ് കൊണ്ടുവരുന്നവർ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടികൾ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ വണ്ടിയുടെ അടി തട്ടാനും വണ്ടി ചിലപ്പോൾ ബ്രേക്ക് ഡൗൺ ആകാൻ വരെയും കാരണമായേക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് യാത്ര ചെയ്തു കഴിഞ്ഞാൽ അപകടമൊന്നുമില്ലാതെ കാടും മലയും പുഴയും ഒക്കെ കണ്ട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ചു ദൂരം മുൻപിലേക്ക് യാത്ര ചെയ്ത് കഴിയുമ്പോൾ തന്നെ തമിഴ്നാടിന്റെ കാഴ്ചകൾ കണ്ടു തുടങ്ങും. പശ്ചിമഘട്ടത്തിന്റെ മറുവശത്തായുള്ള തമിഴ്നാടിന്റെ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ മലയിറങ്ങുമ്പോൾ തന്നെ കണ്ട് ആസ്വദിക്കാൻ സാധിക്കുന്ന. മലയിറങ്ങുമ്പോൾ കാണുന്ന അങ്ങ് ദൂരെയുള്ള കാറ്റാടിപ്പാടങ്ങളുടെ കാഴ്ചകളും നെൽവയലുകളും പരുക്കൻ ഭൂപ്രദേശങ്ങളും ഒക്കെ ഇതുവരെ കണ്ട